നാടിനെ രക്ഷിച്ച വീരബാഹു. തീറ്റയോട് തീറ്റ. പെരുവയറൻ രാജാവിന് ഒരേ ഒരു വിചാരം മാത്രം. തിന്നണം തിന്നണം, എപ്പോഴും തിന്നണം. പ്രജകളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. തൻ്റെ വയർ എപ്പോഴും നിറഞ്ഞിരിക്കണം. ചോറും കറിയും പലഹാരങ്ങളും കുമ്പ നിറയെ വാരി വലിച്ചു തിന്നും. ഏമ്പക്കം വിട്ട് എഴുന്നേറ്റു പോകും. കുളിയും ഉറക്കവും എല്ലാം കഷ്ടി. ഇത് കൊട്ടാരത്തിൽ സംസാര വിഷയമായി. ഇങ്ങനെ പോയാൽ ഈ പെരുവയറൻ രാജാവ് നാടു മുടിക്കും. ആളുകൾ തമ്മിൽ തമ്മിൽ പറയാൻ തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും പെരുവയറൻ രാജാവിൻ്റെ ശരീരം ചീർത്തു, മുടി നീണ്ടു, നഖം വളർന്നു. അനങ്ങാൻ പോലും വയ്യാതെ കിടപ്പിലായി. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വൈദ്യന്മാർ രാജാവിനെ ചികിത്സിക്കാനെത്തി. പലരും മാറി മാറി ചികിത്സിച്ചിട്ടും ദീനത്തിന് ഒരു കുറവും വന്നില്ല. അപ്പോഴും രാജാവ് തീറ്റ നിർത്തിയില്ല. അങ്ങനെയിരിക്കെ ചെറുപ്പക്കാരനായ വീരബാഹു വൈദ്യൻ കൊട്ടാരത്തിലെത്തി. അദ്ദേഹം രാജാവിനെ വിശദമായി പരിശോധിച്ചു. മരുന്ന് നൽകി. രാജാവേ, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ രോഗം പടികടക്കും. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വൈദ്യന്മാർ രാജാവിനെ ചികിത്സിക്കാനെത്തി. പലരും മാറി മാറി ചികിത്സിച്ചിട്ടും ദീനത്തിന് ഒരു കുറവും വന്നില്ല. അപ്പോഴും രാജാവ് തീറ്റ നിർത്തിയില്ല. അങ്ങനെയിരിക്കെ ചെറുപ്പക്കാരനായ വീരബാഹു വൈദ്യൻ കൊട്ടാരത്തിലെത്തി. അദ്ദേഹം രാജാവിനെ വിശദമായി പരിശോധിച്ചു. മരുന്ന് നൽകി. രാജാവേ, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ രോഗം പടികടക്കും. 2 നേരം കുളിക്കണം, പല്ലു നിത്യം തേച്ചിടേണം, നഖങ്ങൾ വളർന്നിടുമ്പോൾ മുറിച്ചിടേണം. എന്താ, ചെയ്യാമോ? വീരബാഹു ചോദിച്ചു. രാജാവ് തലകുലുക്കി സമ്മതിച്ചു. മാസം 1 കഴിഞ്ഞു. മരുന്ന് കഴിച്ചിട്ടും ശരീരം വൃത്തിയാക്കിയിട്ടും അസുഖം പൂർണ്ണമായി മാറിയില്ല. ഇനി എന്തു ചെയ്യും? വീരബാഹു വീണ്ടും വന്നു. മണ്ണു നന്നായി കിളയ്ക്കേണം, വിത്തെടുത്തു വിതയ്ക്കേണം, ദേഹം വിയർത്തിടും വരെ വേല ചെയ്യണം. ഇതു കേട്ട രാജാവിന് വീരബാഹുവിനോട് നീരസം തോന്നി. എങ്കിലും അദ്ദേഹം പതുക്കെ പതുക്കെ ഓരോരോ ജോലികൾ ചെയ്യാൻ തുടങ്ങി. പകലന്തിയോളം ജോലി, കൃത്യസമയത്ത് ഭക്ഷണം. മാസങ്ങൾ കടന്നുപോയി. രാജാവിൻ്റെ ദേഹം മെലിഞ്ഞു. പെരുവയർ ചുരുങ്ങി. ആഹാരത്തോടുള്ള ആർത്തി കുറഞ്ഞു. രാജാവ് വീരബാഹുവിനെ വിളിച്ചു വരുത്തി. വൈദ്യരെ, എൻ്റെ രോഗം പൂർണ്ണമായും മാറി. പക്ഷേ നാട്ടിലാകെ പല രോഗങ്ങളും പടർന്നു പിടിക്കുകയാണ്. അതിനും കൂടി ഒരു പരിഹാരം താങ്കൾ കാണണം. വീരബാഹു ചില കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നാടു മുഴുവൻ ഉടൻ വിളംബരം ചെയ്യൂ. രാജാവ് മന്ത്രിയോട് കൽപ്പിച്ചു. പടയാളികൾ കവലത്തോറും ചെണ്ട കൊട്ടി അറിയിച്ചു. ഡും 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 ഡും, നാട്ടുകാരെ കേട്ടിടേണം, കേട്ട കാര്യം ചെയ്തിടേണം, ദേഹമെല്ലാം ശുചിയായി സൂക്ഷിച്ചിടേണം, വീടും ചുറ്റുപാടുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം, ഈച്ച കൊതു കീടങ്ങളെ തുരത്തിടേണം, പുഴ കിണർ കുളമെല്ലാം ശുചിയായി സൂക്ഷിച്ചിടിൽ രോഗമെല്ലാം നാടുവിടും, ഓർക്കുക വേണം.